ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ 2 ദിവസം മുമ്പ് നമ്മുടെ SSC CGL 2024 ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും ടെൻഷനിലാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പല ഗ്രൂപ്പുകളിലായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇനി വരാൻ പോകുന്ന കുട്ടികൾ അല്ലേ, ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾ കട്ട് ഓഫ് ഇത്രയും കൂടിയോ, എന്താണ് ഇത്ര കട്ട് ഓഫ് അല്ലേ, കട്ട് ഓഫ് കൂടുകയാണ് എല്ലാ വർഷവും, കോമ്പറ്റീഷൻ കൂടുകയാണോ എന്നുള്ള ഒരു വശത്ത്, മറ്റേ വശത്ത് ഈ വർഷം നടന്നതിൽ എന്തെങ്കിലും സ്കാം ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചിട്ട് വേറൊരു വശത്ത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് കൂടുതലാണോ അല്ലേ. നമുക്കറിയാം കഴിഞ്ഞ 2023 കട്ട് ഓഫ് ഏകദേശം ഒരു 305 ആ റേഞ്ചിലായിരുന്നു. ഒരു ഫൈനൽ ഏതെങ്കിലും പോസ്റ്റ് കിട്ടാൻ വേണ്ടി 305 ആയിരുന്നു. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്ന കട്ട് ഓഫ് 335 പ്ലസ് കട്ട് ഓഫ് ആയിട്ടുണ്ട്. അത് ഏറ്റവും മിനിമം ഒരു പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പോലത്തെ അല്ലെങ്കിൽ ടാക്സ് അസിസ്റ്റൻറ്റ് പോലത്തെ പോസ്റ്റ് കിട്ടണമെങ്കിൽ 335 മാർക്കിൻ്റെ മുകളിൽ. അപ്പോൾ ആൾക്കാർ ഈ മാർക്ക് ഇങ്ങനെ കാണുമ്പോൾ ഡയറക്റ്റ് കാണുമ്പോൾ ടെൻഷൻ ആവില്ലേ, കാരണം 305 കട്ട് ഓഫ് വേക്കൻസി കൂടിയിട്ടും 335 എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ. സ്വാഭാവികമാണ്. നമ്മൾ Tier 2 റോ സ്കോറെ കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് 305 ഒരു 310, 15 എന്തായാലും എത്തുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം പരീക്ഷ കുറച്ച് ഈസി ആയതുകൊണ്ട് അതിൻ്റെ ക്വസ്റ്റൻ ലെവലൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് 335 ആവുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കട്ട് ഓഫ് കൂടുതൽ, കുട്ടികളെല്ലാം കോമ്പറ്റീഷൻ കൂടിയത് കൊണ്ടാണോ? അല്ല കേട്ടോ. അതിന് അവിടെ നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ കുറേ ക്വസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് 335 വന്നത്. അല്ലാതെ റോ സ്കോർ ബേസ് ചെയ്തിട്ടല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ഷിഫ്റ്റിലായിരുന്നു പരീക്ഷ നടന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തില്ല, അവിടെ നോർമലൈസേഷൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ബെസ്റ്റ് ഇത് ഇങ്ങനെ എന്താ പറയുക, നോർമലൈസ് സ്കോർ വെച്ചിട്ട് നോക്കരുത് പറയാൻ കാരണം ഞാൻ എഴുതിയ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. 2018 ഞാൻ പരീക്ഷ എഴുതി. എനിക്ക് 560, അന്ന് 700 മാർക്ക്, 567 മാർക്കായിരുന്നു. എനിക്കന്ന് 3000+ റാങ്ക് കിട്ടി. ആ വർഷം ടോപ്പറിൻ്റെ മാർക്ക് എനിക്ക് തോന്നുന്നു 616 അങ്ങനെ എന്തോ ആയിരുന്നു. അത് 700 616 ടോപ്പറിൻ്റെ മാർക്ക്. പക്ഷേ 2019 നമ്മൾ എത്തുമ്പോൾ അവിടെ ഒരുപാട് 2019 Tier 2 പേപ്പർ ഈസിയായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ അവിടെ ഏറ്റവും മിനിമം ഒരു പോസ്റ്റ് കിട്ടണമെങ്കിൽ മാർക്കായിരുന്നു 616 കേട്ടോ. അതായത് 2018 ടോപ്പറുടെ മാർക്ക് 616 ആണെങ്കിൽ 2019 ഒരു മിനിമം പോസ്റ്റ് കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം? 616 വേണം. അപ്പോൾ നമ്മൾ നോക്കിയ കട്ട് ഓഫ് വെച്ചാൽ ഈ വർഷം 567 എൻ്റെ മാർക്കായിരുന്നെങ്കിൽ അന്നൊരു മിനിമം പോസ്റ്റ് കിട്ടാൻ ഒരു 520, 20 to 530 മാർക്ക് മതി. ഒരു മിനിമം ഏതെങ്കിലും പോസ്റ്റ് കിട്ടാൻ 520, 30 ആൾക്ക് കിട്ടും. പക്ഷേ 19 എത്തിയപ്പോൾ 616. അപ്പോൾ നിങ്ങൾ നോക്കുകയാണ് 520 616 80, 90 മാർക്ക് കട്ട് ഓഫ് കൂടി. ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കേണ്ട. കാരണം 2018 അത്ര നോർമലൈസേഷൻ എഫക്റ്റ് വന്നിട്ടില്ല. പക്ഷേ 2019 എത്തിയപ്പോൾ ഒരു ഷിഫ്റ്റ് ഭയങ്കര ഈസിയായി. SSCൻ്റെ വേറൊരു കളി, SSCൻ്റെ ഒരുപാട് കളികളുണ്ട്, അതിലൊരു കളി, അത് ഒരു ഷിഫ്റ്റ്, ഒരു Tier 2 പരീക്ഷ നടത്തുമ്പോൾ അത് വൃത്തിക്ക് നടത്താൻ പോലും അറിയാത്തൊരു ഏജൻസിയാണ് SSC. 3 ഷിഫ്റ്റുകളായിട്ട് നടത്തിയപ്പോൾ അത് 2 ഷിഫ്റ്റ് വരെ അവർ ലെവലും, മൂന്നാമത്തെ ഒരു ഷിഫ്റ്റ് ഭയങ്കര ഈസി കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടും കൂടെ കുറേ ആൾക്ക് നോർമലൈസേഷൻ കൂടുതൽ കിട്ടി. അങ്ങനെയാണ് കട്ട് ഓഫ് എന്ത് ചെയ്തത് 616 വന്നത്. അപ്പോൾ പുതിയ വരാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കട്ട് ഓഫ് നോക്കി പേടിച്ചിരിക്കേണ്ട. സ്വാഭാവികമാണ്, കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, കട്ട് ഓഫ് കൂടുന്നുണ്ട്. പക്ഷേ അത് വലിയ ഡ്രാസ്റ്റിക്കായിട്ട് 305 നിന്ന് 335 എത്തി ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളവിടെ ഇരിക്കത്തേ ഉള്ളൂ. ബാക്കിയുള്ളവർ പഠിച്ചിട്ട് കയറിപ്പോവും. 18,000 വേക്കൻസി ഉണ്ടെങ്കിൽ 18,000 ആൾക്കാർ SSC എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വേണോ അതോ ബാക്കിയുള്ളവർ കയറണോ എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കും. ഇതാണ് കട്ട് ഓഫിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. കാരണം കട്ട് ഓഫ് കൂടുന്നുണ്ടെന്ന് പേടിച്ചിട്ട് പഠിക്കാതിരിക്കേണ്ട. കട്ട് ഓഫ് ഒക്കെ സ്വാഭാവികമായിട്ടും പതുക്കെ കൂടും. കാരണം കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് കട്ട് ഓഫ് കൂടും കേട്ടോ. പിന്നെ ലെവൽ ഓഫ് ക്വസ്റ്റൻസ് അതിനൊരു കാരണമാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കുട്ടികൾ ഇത് ആലോചിച്ച് ടെൻഷനായിട്ട് പഠിക്കാതിരിക്കേണ്ട. ഇവിടെ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയും കൂടെ വരുന്നതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്രയും കൂടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സ്കാം നടന്നിട്ടുണ്ടോ അല്ലേ. എലിജിബിൾ അല്ലാത്ത കുറേ കുട്ടികൾ റാങ്ക് ലിസ്റ്റ് കയറിയിട്ടുണ്ട്. എലിജിബിൾ ആയ കുട്ടികൾ കുറേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോഴത്തെ ഒരു ബേസ് വെച്ചിട്ട് നമുക്കതിൽ പറയാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നിങ്ങൾ പല വീഡിയോസും പല സ്ഥലത്തും നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സിനൊക്കെ എടുത്തിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഉപയോഗിച്ച് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഒരു ബേസിൽ നമുക്കത് പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഇനി പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് SSC ആ ഫൈനൽ ആൻസർക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. കാരണം ഫൈനൽ ആൻസർക്ക് വന്നാലേ നമുക്ക് ഇത് എന്താണ് നടന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ SSC നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അതിൽ വെച്ച നോർമലൈസേഷൻ ഫോർമുലയും കാര്യങ്ങളും അതിൽ വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് SSC നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനാരെയും ഒന്നും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒറ്റ കാര്യമുള്ള സ്കാം അല്ല, ഇത് ഇറസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഒരുപാട് കണ്ടതാണ് SSCൻ്റെ ഭാഗത്തു നിന്ന് ഇറസ്പോൺസിബിലിറ്റി. മര്യാദയ്ക്ക് 2 ഷിഫ്റ്റ് പേപ്പറിലെ ഒരു 1.7 ലക്ഷം ആളുകളാണ് Tier 1 ക്ലിയർ ആയത്. അതൊരൊറ്റ ഷിഫ്റ്റിൽ പോലും നടത്താൻ വയ്യില്ല. അത്രയും ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു ഓൺലൈൻ പരീക്ഷ നടത്താൻ അല്ലേ. 1.7 ലക്ഷം ആളുകൾക്ക് ഒരു ദിവസം ഓൺലൈൻ പരീക്ഷ നടത്താനുള്ള ഫെസിലിറ്റി നമ്മൾ ഇന്ത്യ പോലെ രാജ്യത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഫസ്റ്റ് ലെവൽ ഓക്കെ, കാരണം ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ 36-40 ലക്ഷത്തോളം ആളുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അത് പല ഷിഫ്റ്റുകളായിട്ട് നടന്നു. പക്ഷേ Tier 2 പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷ, കാരണം ഇതിൻ്റെ മാർക്കിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്, അതുപോലെ ഒറ്റ ഷിഫ്റ്റിൽ നടത്താൻ പറ്റില്ല തന്നെ അവിടെ പ്രശ്നമാണ് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. Tier 2 എത്തിയപ്പോൾ ടൈപ്പിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഒരുപാട് കണ്ടു. കാരണം ടൈപ്പിങ്ങിലൊക്കെ പല കുട്ടികൾക്കും ഒന്നാമത് പറഞ്ഞാൽ ടൈപ്പിംഗ് രണ്ടാമത് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നു, അത് വേറെ കാര്യം. പിന്നെ റീഷെഡ്യൂൾ ചെയ്തപ്പോൾ പോലും പല സെൻറ്ററിലും നല്ല രീതിയിൽ ടൈപ്പിംഗ് നടത്തുന്നില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടാണ് SSC എന്ന് പറഞ്ഞ സംഭവം പരീക്ഷകൾ ഇത്രയും കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്കാം ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ ഒരു വെച്ചിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ പല ആളുകളും
പ്രൊട്ടസ്റ്റ് നടത്തുന്ന കാര്യം പറഞ്ഞു. പ്രൊട്ടസ്റ്റ് നല്ലതാണ്, പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് അത്രയും നേരത്തെ റിസൾട്ട് വരെ അത്രയും നല്ലതാണ്. പിന്നെ പല ആളുകളും എന്താ പറയുക, കോർട്ട് കേസിനെ പറ്റി പറയുന്നുണ്ട്. കോർട്ട് കേസ് നമ്മൾ പോകുമ്പോൾ, കോർട്ടിൽ നമ്മളൊരു കേസുമായിട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടത് പ്രൂഫാണ്. സെൻറ്റിമെൻസിൻ്റെ മുകളിൽ ഒരിക്കലും കോടതിയിലൊരു കാര്യവും നടക്കില്ല. നമുക്ക് കോടതിക്ക് വേണ്ട പ്രൂഫാണ്. ആ പ്രൂഫ് എന്തെങ്കിലുമൊക്കെ ഡിസ്ക്രിപ്പൻസി നടന്നിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ വന്നേ പറ്റൂ. അല്ലാതെ ഇപ്പം തന്നെ പല ഗ്രൂപ്പിലും ഞാൻ കണ്ടു ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കഷൻ നടക്കുന്നു. പല ഗ്രൂപ്പിലും പൈസ വരെ കളക്ട് ചെയ്ത് തുടങ്ങി വക്കീലിനെ വെക്കാനും. എത്രത്തോളം സത്യസന്ധമായ ഗ്രൂപ്പാണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ. പല രീതിയിലും പല ഇതിലുള്ള പല ഉള്ളതും ഇല്ലാത്തതായിട്ട് ഒരുപാട് ഗ്രൂപ്പ് കൂടെയൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു ഗ്രൂപ്പിൽ കണ്ടു 200 മാർക്കുള്ള ഒരു രാഹുൽ മീണ 300-350 മാർക്ക് വാങ്ങി കയറി എന്നൊക്കെ പറയുന്നു. വെറുതെ ഗ്രൂപ്പിലങ്ങ് ഇടുകയാണ്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അയാൾക്ക് 200 മാർക്കൊന്നുമല്ല കയറി, അയാൾക്ക് 300 മാർക്കുണ്ട്, 290 മാർക്കുണ്ട്. സ്വാഭാവികമാണ് 50-60 മാർക്കൊക്കെ പല ആൾക്കും കൂടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂടുമെന്ന് ചോദിച്ചാൽ കൂടുമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിന് മുമ്പ് പല സ്ഥലങ്ങളിലും SSC പരീക്ഷകളിൽ 40-50 മാർക്കൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നോർമലൈസേഷൻ വഴിയാണ് കൂടിയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അപ്പോൾ 2 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് റോങ് ക്വസ്റ്റ്യൻ അല്ലേ, റോങ് ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താ, ഈ പല ആൾക്കും തെറ്റിയ ആൾക്കൊക്കെ എല്ലാവർക്കും ആ മാർക്ക് കിട്ടും. ഇപ്പോൾ ശരിയായിട്ടുള്ള ഇപ്പോൾ ഒരു 2 പേർക്ക് ഒരേ മാർക്കാണ്, ഒരാൾക്ക് ആ ക്വസ്റ്റ്യൻ ശരിയായി അയാൾക്ക് 4 മാർക്ക് കൂടും അല്ലേ, ഒരാൾക്ക് ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി 4 മാർക്ക് കുറയും. അപ്പം തന്നെ അവിടെ 8 മാർക്കിന് ഡിഫറൻസ് വന്നു. ഇങ്ങനെ ഒരു രണ്ടും ഞാൻ എഴുതി 2019 പരീക്ഷയിൽ എനിക്ക് 2018 തോന്നുന്നു മാത്സിൻ്റെ 4-5-6 ക്വസ്റ്റ്യനോളം മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ മിസ്റ്റേക്ക് വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് ആയതുകൊണ്ട് നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ വരും. അതിൻ്റെ മുകളിൽ നോർമലൈസേഷൻ വരുമ്പോൾ 60 മാർക്ക് കൂടുന്നത് നടക്കാത്ത കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൽ SSCൻ്റെ മറ്റേ നോർമലൈസേഷൻ പ്രക്രിയയിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചോദ്യം ചെയ്യണം. കാരണം SSC നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. SSC വളരെയധികം നല്ല രീതിയിൽ നന്നാവണം, കാരണം ഇതെല്ലാം ഫെയർ ആയിട്ട് പോകണം, എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ തന്നെ റാങ്ക് ലിസ്റ്റ് കയറണം എന്നുള്ള ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ പല ആളുകളും ഇപ്പോൾ പല ഗ്രൂപ്പിലും ചർച്ചയൊക്കെ നടന്ന് വരുന്നത് എന്താ, എലിജിബിൾ അല്ലാത്തവരാണ് റാങ്ക് ലിസ്റ്റ് കയറുന്നത് പറഞ്ഞാൽ അത് റാങ്ക് ലിസ്റ്റ് കയറിയ കുറേ ആളുകളുണ്ട്. അവരുടെ സെൻറ്റിമെൻസിനെയും കൂടെ ഹേർട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ വെച്ചത്. അപ്പോൾ നമ്മൾ മാന്യമായ രീതിയിൽ നമുക്ക് പലപ്പോഴും റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റാത്തതിന് നമുക്ക് വിഷമമുണ്ടാവും. സ്വാഭാവികമാണ്. പല സ്ഥലത്ത് പല കാര്യങ്ങളും റാങ്ക് ലിസ്റ്റ് മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം പല ആളുകളും ഇപ്പോൾ റോ സ്കോർ വെച്ചിട്ടാണ് പറയുന്നത് 330 ആൾ കയറിയിട്ടില്ല, 310 ആൾ കയറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ റോ സ്കോറാണ്. നമുക്കിതിൻ്റെ ഫൈനൽ സ്കോർ എത്രയാണ്, എത്ര ക്വസ്റ്റൻ റോങ് ആണ്, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ഇപ്പോൾ എത്ര മാർക്ക് ഉണ്ട്, കൃത്യമായിട്ട് ഈ നോർമലൈസേഷൻ വെച്ചിട്ട് തന്നെയാണോ എന്ത് ചെയ്യുന്നത്, ഈ പ്രോസസ്സ് നടത്തിയിട്ട് മാർക്ക് കൊടുത്തിട്ടില്ലെന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ വന്നേ പറ്റും. അല്ലാതെ നമ്മളിവിടെ പല ആളുകൾക്കും 110 ആൾ റാങ്ക് ലിസ്റ്റ് കയറിയിട്ടുണ്ട്, അവർക്ക് SSC അല്ല, അവരോട് SSCക്ക് പ്രത്യേക ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. അല്ല, കുറേ ആളുകൾ മാർക്കുള്ള ആളുകൾ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ SSCക്ക് അവരോട് പ്രത്യേക ദേഷ്യമുള്ളതുകൊണ്ട് താല്പര്യമുള്ളതുകൊണ്ടൊന്നുമല്ല. ഇതൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ വിത്ത് ഹെൽഡ് കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ്. കാരണം പലപ്പോഴും SSCൻ്റെ ഭാഗത്ത് സംഭവിച്ച പല പിഴവ് കൊണ്ടാണ് ഇവർ വിത്ത് ഹെൽഡ് കാൻഡിഡേറ്റ്സ് ആകുന്നത്. ഇനി ഇവർ ഇതിൻ്റെ പിന്നാലെതാണ് ഏറ്റവും കൂടുതൽ ജെന്യൂൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതാണ്. നമുക്കൊന്നുമില്ലെങ്കിലും മാർക്ക് കുറഞ്ഞിട്ട് പോയി, പല കാരണങ്ങൾ കൊണ്ടാണെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടാണ് പോയത് എന്ന് വിചാരിക്കാം. പക്ഷേ മാർക്ക് ഉണ്ടായിട്ട് പോലും പല വിത്ത് ഹെൽഡ് കാൻഡിഡേറ്റ്സിനും അവർ ഇതിൻ്റെ പിന്നാലെ നടക്കണം. നിങ്ങൾക്ക് ആ പ്രോസസ്സിനെ പറ്റിയും ചിന്തിച്ച് നോക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പിന്നാലെ നടന്ന് കൃത്യമായിട്ട് ഇത് വരെ വെരിഫൈ ചെയ്ത് ബോധ്യപ്പെടുത്തി വരുമ്പോഴേക്കും 1-2 വർഷം എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അവരൊക്കെയാണ് ജെന്യൂൻ ആയിട്ടുള്ള സംഭവത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയിട്ടുള്ളത്. ഇതൊക്കെ SSCൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്കാം അല്ല, ഇത് ഇറസ്പോൺസിബിൾ ആണ്. ഇത് ഒരുപാട് നന്നാവേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ കോടതിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് SSC നടത്തുമ്പോൾ എത്ര നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ പല ആളുകളും പല ഗ്രൂപ്പിലും കാരണം ഇപ്പോൾ പല ആളുകളും ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് പേര് വരും. പക്ഷേ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്കത് സ്കാമാണ് മറ്റേത് മറിച്ചൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്ത് വന്നാലും അത് സ്കാം എന്ന് പറയുന്ന ആ സംഭവം നിർത്തുക. കാരണം ഈ റാങ്ക് ലിസ്റ്റ് കയറിയ കുട്ടികളുണ്ട്. അപ്പോൾ അവരെയും നമ്മൾ കുറച്ച് കൺസിഡർ ചെയ്യണം. പല കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ രാഹുൽ മീണ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറഞ്ഞു, രാഹുൽ മീണ എന്ന് പറഞ്ഞ ഒരാൾ ഗ്രൂപ്പിൽ ഇന്ത്യയിലെ മൊത്തം ഗ്രൂപ്പിലൊക്കെ സർക്കുലേറ്റ് ചെയ്യണം. ഇവൻ കയറിയത് ശരിയല്ല, ഇവൻ 100-200 മാർക്കേ ഉള്ളൂ, ഇവൻ ഫെയർ ആയിട്ടല്ല കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ വരുന്നു. എന്നാലും നോക്കി എത്ര ജെന്യൂൻ ആയിട്ടുണ്ട് അതിന്. വൈകുന്നേരം ആയപ്പോഴേക്കും പല ആളുകളും പറഞ്ഞു അത് 200 അല്ല 299. ഈ കുട്ടിക്ക് സംഭവിച്ച മാനസികമായ പ്രശ്നത്തിനും കാര്യത്തിന് ആരും ഉത്തരവാദി. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴേക്കും അത് വെരിഫൈ ചെയ്യാതെ നമുക്കതിൻ്റെ സത്യവും കാര്യങ്ങളും അറിയാതെ എല്ലായിടത്തും ഗ്രൂപ്പിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. ഒരിക്കലും ഞാൻ SSC ഭയങ്കര സംഭവമാണ്, SSC എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നത് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ അതിൻ്റെ ഒരു ഏരിയയും കൂടിയാണ്. 2017 പരീക്ഷ നടന്നപ്പോൾ അന്ന് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്. ആർക്കും എന്തിനാ നടത്തും അറിയാത്തൊരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ. കൃത്യമായിട്ട് അതിന് ഒരു കാര്യങ്ങളൊന്നുമില്ല, തോന്നിയവർക്ക് തോന്നിയ പോലെ മാർക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷയായിരുന്നു. Tier 1 നല്ല മാർക്ക് കിട്ടി, എന്തായാലും റാങ്ക് ലിസ്റ്റ് കയറുന്ന ഉറപ്പിച്ച് നിന്നിരുന്ന ഞാൻ Tier 2ൻ്റെ മാർക്ക് വന്നപ്പോൾ 40-42 മാർക്ക്, ജസ്റ്റ് ചെറിയൊരു മാർക്ക്. ഞാൻ തിരക്കേടില്ല, ഒരേ സെൻട്രൽ എഴുതി ഒരുപാട് പേർക്ക് ഒരേ കൂടുതൽ മാർക്ക്, വേറെ സെൻട്രൽ എഴുതിയ ആൾക്ക് കുറഞ്ഞ മാർക്ക്. അത് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഒന്നുമില്ല എങ്ങനെ വാല്യൂ. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും അതിൻ്റെ ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് ആ CSL പരീക്ഷ കയറാൻ പറ്റില്ല. എൻ്റെ ഫസ്റ്റ് പരീക്ഷയായിരുന്നു. വളരെ പ്രതീക്ഷിച്ച് വീട്ടിൽ നാട്ടുകാരൊക്കെ എന്തായാലും ജോലി കിട്ടുന്നൊക്കെ പറഞ്ഞു നടന്ന ആ സമയത്ത് എനിക്ക് ആ ജോലി കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇരയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും SSC എന്ന് പറഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് നടക്കും. പിന്നെ പഴയ പരീക്ഷകൾ നിങ്ങൾക്കറിയാം, 1, 2, 3, 4 ഷിഫ്റ്റൊക്കെ ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അതിൽ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞാൽ ഒരു 3 മാസം, രണ്ടാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞാൽ 3 മാസം, മൂന്നാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെയും ഒരു 3 ഷിഫ്റ്റ് അല്ല ടയർ കഴിഞ്ഞാൽ
അത് കഴിഞ്ഞാൽ ആ tier 1, അതായത് ഒരൊറ്റ പേപ്പറിൻ്റെ 100 മാർക്കിൻ്റെ ഒറ്റ പരീക്ഷയാണ്. ആ പരീക്ഷ വാല്യൂ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ പബ്ലിഷ് ചെയ്യാൻ 4 മാസമൊക്കെ എടുത്തിട്ടുണ്ട് SSC. UPSC 9 പേപ്പർ, അതായത് നമുക്കറിയാം UPSC മെയിൻസിന് 9 പേപ്പറാണ് കുട്ടികൾ എഴുതുന്നത്. ആ 9 പേപ്പർ വാല്യൂ ചെയ്തിട്ട് 1 മാസം 1.5 മാസം കൊണ്ട് UPSC റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ SSC അന്ന് ആ ഒരൊറ്റ പേപ്പർ 4 മാസമൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ പതുക്കെ മാറി. പക്ഷേ ഇപ്പോഴും SSCൻ്റെ ഭാഗത്ത് ചില സമയത്ത്, അതായത് ഓരോ ചെയർമാൻമാരെ അവരെ കയ്യിലിരിക്കുന്ന ആളുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ടൈപ്പിംഗ് ടെസ്റ്റിനൊക്കെ പല സ്ഥലത്തും എത്ര കുട്ടികളാണ് സഫർ ചെയ്ത് നമ്മൾ നോക്കണം. അവരുടേതല്ലാത്ത കാരണം കൊണ്ട് സഫർ ചെയ്യുന്നു. പല കുട്ടികളും വിത്ത് ലിസ്റ്റിൽ വരുന്നത് ഇവരുടെ കാരണം കൊണ്ടല്ല, ഇവർ SSCൻ്റെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്ക് കൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മിസ്റ്റേക്ക് SSCൻ്റെ ഭാഗത്തുണ്ട്. ഇത് നന്നായേ പറ്റും, നമുക്കും അറിയാം. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു ഫൈനൽ ആൻസർക്ക് വരുന്നവരെ ഇത് ശരിയല്ല എന്ന് പറയുന്നത് നമുക്കൊരു അർത്ഥമില്ല കേട്ടോ. നമുക്ക് ഫൈനൽ ആൻസർക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യാം. ഫൈനൽ ആൻസർക്ക് എത്രയും പെട്ടെന്ന് SSC പബ്ലിഷ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത്. ആ ആൻസർക്ക് വരുമ്പോൾ നമുക്കറിയാം എത്രയാണ് ഓരോ കുട്ടികൾക്ക് റോ സ്കോർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണോ മാർക്ക് കയറിയിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടാണോ കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളത്, ഓരോരുത്തർക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ലാതെ ഇപ്പം നിങ്ങളുടെ പല ഗ്രൂപ്പുകളിലും നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് മുതലെടുക്കാൻ വരുന്ന ആളുകളെ നിങ്ങൾ നോക്കിയാൽ ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കിക്കോ. 1-2 ആഴ്ച കഴിഞ്ഞാൽ ഒരാളും നിങ്ങളെ മൈൻഡ് ചെയ്യാനോ നോക്കാനോ ഒന്നും ഉണ്ടാവില്ല. ഇത് നമ്മുടെ മുമ്പുള്ള അനുഭവമാണ് കേട്ടോ. മുമ്പുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടന്നത്, ഇതല്ലേ? അതിൻ്റെ ഒന്നും ന്യൂസ് പോലും ഇപ്പോൾ കേൾക്കാനില്ല, ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ആ ഒരു സമയത്ത് ഇപ്പോൾ അവിനയ് ശർമ്മനെ പോലത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ അന്ന് കോടതിയിൽ പോയിട്ട് അത് ജെന്യൂൻ റീസണാണ്. കാരണം എലിജിബിൾ അല്ലാത്ത ആളുകൾ ലിസ്റ്റിൽ കിടക്കുന്നു, എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ലിസ്റ്റിൻ്റെ പുറത്ത് കിടക്കുമ്പോൾ അവിനയ് ശർമ്മ കോടതിയിൽ പോയി ആ കുറച്ച് ആളുകളുടെ പേരും കൂടെ ആ ലിസ്റ്റിലോട്ട് വന്നു. അതൊക്കെ ജെന്യൂൻ റീസൺ, അതിനൊക്കെ പ്രൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനത്തെ വിത്ത് പ്രൂഫ് കോടതിയിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കും. അല്ലാതെ നമ്മൾ സെൻറ്റിമെൻറ്റ്സ് എനിക്ക് കിട്ടിയില്ല, അവന് ഇത്ര മാർക്ക് കൂടി, 60 മാർക്ക് കൂടാം. 60 മാർക്ക് കൂടുന്നതൊന്നും ഇപ്പോഴത്തെ SSCൻ്റെ ഇപ്പോഴത്തെ നോർമലൈസേഷൻ ഫോർമുല വെച്ചിട്ട് 60 മാർക്ക് മുമ്പും കൂടിയിട്ടുണ്ട്, കൂടുന്ന ചരിത്രമുണ്ട്. അത് കൂടില്ല നമുക്ക് പറയാൻ പറ്റില്ല. 60 മാർക്ക് നോർമലൈസേഷൻ മാത്രം കൂടിയെന്നല്ല, ചിലപ്പോൾ ഇയാൾക്ക് റോങ് ക്വസ്റ്റ്യൻ കാരണം കുറച്ച് മാർക്സ് ആദ്യം കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ പുറമെ ഈ നോർമലൈസേഷൻ കൂടി വരുമ്പോൾ 60 മാർക്ക് കൂടിയിട്ടുണ്ടാവാം, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഈ കൂടിയ ആളുടെ പ്രശ്നമല്ല, അത് അതങ്ങനെ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ SSCൻ്റെ നോർമലൈസേഷൻ ഫോർമുലേൻ്റെ പ്രശ്നമാണ്. അത് പണ്ട് മുതലേ യൂസ് ചെയ്യുന്നൊരു ഫോർമുലയാണത്. ആ ഫോർമുല ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോർമുല ചേഞ്ച് ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ കിട്ടിയ ആളുകളുടെ പേരും വെച്ചിട്ട് എന്താ പറയുക, ഫോട്ടോ പേരടക്കം വെക്കുന്നത് പല ആളുകളും. അറ്റ്ലീസ്റ്റ് ആ പേരെങ്കിലും മറക്കാനുള്ള ഇതുണ്ട്. പേരടക്കം വെച്ചിട്ട് ഇയാൾ എലിജിബിൾ അല്ലാത്ത ആൾ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിലൂടെ മൊത്തം സർക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും? അതായത് ഇയാൾ എലിജിബിൾ അല്ലാതെ കയറിയെന്ന് എല്ലാവരും അറിഞ്ഞു, പക്ഷേ എന്നാൽ ഇയാളല്ലാതെ ആൾ മാറിപ്പോയതാന്നുള്ളത് തിരിച്ചല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നോണ ലോകം മുഴുവൻ ചുറ്റി വന്നിട്ടുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആളുകളുടെ സൈഡും കൂടെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്, കാര്യങ്ങളുണ്ട്. പല ആളുകളും പ്രതീക്ഷിച്ച പല ആളുകളും റാങ്ക് ലിസ്റ്റ് കയറിയിട്ടില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പല പോസ്റ്റുകളും നമുക്ക് കിട്ടിയിട്ടില്ല, പ്രതീക്ഷിക്കാത്ത പല ആളുകളും റാങ്ക് ലിസ്റ്റ് കയറിയിട്ടുണ്ട്. ഇതൊന്നും അവരുടെ പ്രശ്നമല്ല. ഇതൊക്കെ ഈ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ കീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങളും വന്നതുകൊണ്ടാണ്. അല്ലാതെ സ്കാം എന്തിനും സ്കാം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രൊട്ടസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓൺലൈൻ പ്രൊട്ടസ്റ്റോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട്, അത് ആൻസർ കീ പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാനുള്ളത്. കാരണം കഴിഞ്ഞ CHസിലൊക്കെ നമ്മൾ കണ്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ വരാതെ ഇപ്പോൾ ഒരു ഹോളി വെക്കേഷനാണ്, ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഹോളി വെക്കേഷൻ തിങ്കൾ ചൊവ്വയുള്ളിൽ തന്നെ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ട് SSC ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ബാക്കിയുള്ളതൊന്നും ചെയ്യുന്നതിൽ ഇപ്പോൾ പല ആളുകളും ഞാൻ പല വീഡിയോയും കണ്ടു, അതിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമുക്കതാക്കണം, ഗ്രൂപ്പിൽ പൈസ വരെ പിരിച്ചു തുടങ്ങിയെന്ന് പറയും. അപ്പോൾ എല്ലായിടത്തും പോയിട്ട് പൈസ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ ആരുടെയും ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ SSC നല്ലതാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ പ്രൂഫ് വേണം. വിത്തൗട്ട് പ്രൂഫ് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരു കോടതിയിൽ പോയിട്ടും കാര്യമില്ല. കോടതി എടുത്തിട്ട് പേപ്പർ എടുത്ത് വലിച്ചെറിയുന്നില്ല. പിന്നെ പല സ്ഥലത്തും കോടതിക്കും ചെയ്യുന്നതിന് ലിമിറ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം ചെയ്യുമ്പോൾ 2017 ഈ എല്ലാവരും അറിഞ്ഞതാണ് എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി നിൽക്കുള്ളത്. പക്ഷേ ലാസ്റ്റ് കോടതി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ആ കുറച്ച് ആളുകളെ പിടിച്ച ആളുകളെ മാത്രം ഡീബാർ ചെയ്തിട്ട് ബാക്കിയുള്ളവരൊക്കെ കണ്ടിന്യൂ ചെയ്യുക ചെയ്തു. അപ്പോൾ നമുക്ക് അങ്ങനെ നടന്നിട്ട് പോലും അതാണ് കോടതിയിൽ ലാസ്റ്റ് നടന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനെ പ്രൂഫ് പോലില്ല. നമ്മൾ വെറുതെ ഈ ഒരു റിസൾട്ട് വന്നിട്ട് പല ആൾക്കും, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ റിസൾട്ട് വന്നിട്ട് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റാത്ത കയറുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ പുറത്തു പോയി അല്ലെങ്കിൽ റാങ്ക് കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ കാര്യം ചെയ്യാം. 3 മാസം കഴിഞ്ഞ് അടുത്ത പരീക്ഷ വരുന്നു. SSC എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് നിർത്തിപ്പോയാൽ നിങ്ങൾക്ക് പോയി, വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പ്രോസസ്സ് എങ്ങനെയാണെങ്കിലും ആൾക്കാർ SSC റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്താൽ 3 മാസം കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങൾക്ക് ഓൾറെഡി ആ ലെവലുള്ള ആളുകളായതുകൊണ്ടാണ് ഈ 300, 310, 320 കിട്ടിയിട്ടുള്ളത്. നിങ്ങളാരും മോശക്കാരൊന്നുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് പഠിക്കുകയാണെങ്കിൽ ഈ 3 മാസം കൊണ്ട് അടുത്ത വർഷം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അടുത്ത വർഷമല്ല, ഈ വർഷം തന്നെ മാക്സിമം ഒരു 6 മാസം കൊണ്ട് കഴിഞ്ഞാൽ Tier 2 പരീക്ഷ കഴിയും. അടുത്ത് 3 മാസം കഴിഞ്ഞാൽ Tier 1, അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ Tier 2, മാക്സിമം ഒരു സെപ്റ്റംബർ ഒക്ടോബറിൽ നിങ്ങൾക്ക് Tier 2 പരീക്ഷ കഴിയും. അപ്പോൾ ഈ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങളൊന്നും കൂടെ പോവുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും.
ഈ ഒരു പ്രൊട്ടസ്റ്റ് ഓക്കെ, അതൊക്കെ നല്ലതാണ്, അതൊക്കെ ചെയ്യണം, അത് വേണ്ടെന്നല്ല, നമ്മൾ നിങ്ങളെ കൂടെ തന്നെയുണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞ സമയം കളഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം കിട്ടാത്തവരും കിട്ടിയവരൊക്കെ ആയിട്ട് ഒരുപാട് പേര് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ബാക്കിലായി പോയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് കിട്ടാത്തതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കയറേണ്ടവർ കയറി പോകും. നമുക്ക് പിന്നെ കാരണങ്ങൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നല്ലൊരു പോസ്റ്റ് നമുക്ക് മിസ്സായി പോകുന്നുള്ളൂ. അപ്പോൾ SSC നന്നാവണം, SSC ശരിയായിട്ട് നന്നാവണം, ഒരുപാട് നന്നാവാനുണ്ട്. നമുക്ക് പതുക്കെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ട്, നമുക്ക് പിന്തുണ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറും കൂടെ കൊളാക്കാതിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കും. ഒന്നാമത് ഞാൻ ആദ്യം പറഞ്ഞ കട്ട് ഓഫിൻ്റെ കാര്യം ഇതാണ്. കട്ട് ഓഫ് നോക്കിയിട്ട് ആരും പഠിക്കേണ്ട. കട്ട് ഓഫ് പതുക്കെ സ്വാഭാവികമായിട്ട് കൂടുന്നുണ്ട്. പക്ഷേ ഇത്ര ഡ്രാസ്റ്റിക് ചേഞ്ച് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നോർമലൈസേഷൻ കാരണമാണ് കേട്ടോ. രണ്ടാമത്തെ ആളുകൾ പ്രത്യേകിച്ച് എനിക്ക് ആ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് കുറച്ചൊരു പൊളൈറ്റ്നസ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ചില ആളുകൾ ഈ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് കയറിയ ആളുകളുടെ സെൻറ്റിമെൻറ്റ്സ് നോക്കാതെ ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ എല്ലാവരും ഉള്ള ഗ്രൂപ്പാണ്. റാങ്ക് ലിസ്റ്റ് കയറിയവരും കയറാത്തവരൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. അപ്പോൾ കയറിയവരെല്ലാവരും യോഗ്യത ഇല്ലാത്തവരാണ്, ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെന്ന് പറയരുത്. കാരണം ഈ Tier 1 ക്വാളിഫൈ ആകുന്ന എല്ലാവരും യോഗ്യതയുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഈ 1.5 പിന്നെ അവിടെ ചെറിയൊരു ലക്ക് ഫാക്ടറും കൂടെ വരുമ്പോഴാണ്, ഞാൻ പറഞ്ഞു ചെറിയൊരു ലക്ക് ഫാക്ടർ ഉണ്ട്, അത് വരുമ്പോഴാണ് ഈ ടോപ്പ് റാങ്ക് ആവുന്നതും താഴോട്ട് പോകുന്നതും മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷനൊക്കെ വരുന്നത്. അപ്പോൾ അത് ചില ആളുകൾക്ക് അത് ലക്ക് കിട്ടിയിട്ടുണ്ടാകും. കാരണം ലക്ക് ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട് ഇതിൽ. അതായത് ചെറിയൊരു പെർസെൻറ്റേജ്, 10-20% ലക്ക് ഫാക്ടർ ഉണ്ട്. അതില്ലാന്ന് ആരും പറയുന്നില്ല. പക്ഷേ ആ ലക്ക് ഫാക്ടർ കിട്ടുന്ന ആൾ കയറിപ്പോവും. അല്ലാതെ വേറെ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ മുഴുവൻ 50-50 അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതൊക്കെ വെറുതെയാണ്. പക്ഷെ എന്നാലും ഒരു ചെറിയ ലക്ക് ഫാക്ടറും കൂടി ഉണ്ട്. ആ ലക്ക് ഫാക്ടറും കൂടി കിട്ടുന്ന ആളുകൾ റാങ്കിൽ മുകളിൽ പോരും. ലക്കില്ലാത്ത ആളുകൾ ചിലപ്പോൾ താഴോട്ട് പോകും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ, നന്നായിട്ട് ഒരു വർഷം കൂടി നന്നായിട്ട് നോക്കുക. പിന്നെ പല ആൾക്കും പറഞ്ഞ SSC എങ്ങനെയാണെങ്കിൽ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പഠിച്ചിട്ട് കാര്യം വെച്ചാൽ നമുക്ക് ഈ പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷയേ ഉള്ളൂ. വേറെ രീതിയിൽ പൈസ കൊടുത്തോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും കയറാനുള്ള ഓപ്ഷൻ ഇല്ല. ഈ പരീക്ഷ പാസ്സാവാൻ തന്നെ വേണം. അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ SSCക്ക് ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ പരീക്ഷ എഴുതാതിരുന്നാൽ നമുക്കോ ഇന്ത്യ ഗവൺമെൻറ്റിനോ പ്രത്യേകിച്ച് നഷ്ടമല്ല. ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല, നമുക്കാണ് നഷ്ടം മുഴുവൻ വരാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് വേറൊരു കാര്യത്തിൽ ഒന്നും പറയുന്നതല്ല. നിങ്ങൾ പല ആളുകളും ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ പല പ്രൊട്ടക്ഷനോ കാര്യങ്ങൾ കൂടുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷനും കൂടെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. നമുക്ക് SSC അടുത്ത പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ പരീക്ഷ നടത്തും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഇതിന് മുമ്പ് പലതും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ പലതും പതുക്കെ മാറി ഈ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മളന്ന് ഇങ്ങനെയാണ് SSC 2017 SSC ഫുൾ എന്താ പറയുക സ്കാം ആയിരുന്നു, അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 2018-19 നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റില്ല. പല ആളുകളും കയറി പോയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിച്ചേ പറ്റൂ. അതിന് വേറൊരു കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുള്ളവർ ചുറ്റും ഇരുന്ന് പഠിക്കുന്നുണ്ട്, കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിപ്പറേഷൻ ആരും കൊളാക്കാതിരിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞ പോലെ ഫൈനൽ ആൻസർക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഫൈനൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ SSCനെ അതിനുള്ള ഒരു ട്വിറ്റർ ക്യാമ്പയിനോ കാര്യങ്ങളോ നടത്തുക, അതിന് സപ്പോർട്ട് ചെയ്യുക. അത് വന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പല ആളുകളുടെയും റോ സ്കോറും, കാരണം ഇപ്പോൾ നമ്മൾ റോ സ്കോർ വെച്ചിട്ടാണ് പറയുന്നത്. റോ സ്കോറും നോർമൽ സ്കോറൊക്കെ വെച്ചിട്ട് പല ആളുകളും പറയുന്നുണ്ട്. അതൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. കാരണം SSCൻ്റെ ഇപ്പോഴത്തെ നോർമലൈസേഷൻ പ്രക്രിയ വെച്ച് അതൊക്കെ കയറാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2018 ഞാൻ EC ഷിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. EC ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ അന്ന് 180 മാർക്കൊക്കെ ഉള്ള ആളുകൾ, അതായത് 3 ഷിഫ്റ്റ് ആയിരുന്നു. ഒന്ന് EC ഷിഫ്റ്റ് ആയിരുന്നു, 2 ആവറേജ് ഷിഫ്റ്റ് ആയിരുന്നു. ആ ആവറേജ് ഷിഫ്റ്റിൽ 180 കിട്ടിയ ആളുകളൊക്കെ 230+ മാർക്ക് കിട്ടിയിട്ടുണ്ട്. 50 മാർക്ക് നമ്മൾ കൂടിയിട്ടുണ്ട്. പക്ഷേ ആ EC ഷിഫ്റ്റിൽ ഈ 200 ഔട്ട് ഓഫ് 200 കിട്ടിയവർക്ക് കുഴപ്പമില്ല, അവർക്ക് 244 ഈ മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 200ൻ്റെ താഴെ പോയ 100ൽ നോക്കിയാൽ 100ൽ 93 ശരിയായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. 100ൽ 93 ശരിയായ ആളുകൾ ലിസ്റ്റിൽ പോലും ഇല്ലാതെ ഔട്ടായിട്ടുണ്ട്. കാരണം ഈ പരീക്ഷ ഈസി ആയതുകൊണ്ട് നോർമലൈസേഷൻ കാരണം അവർക്ക് മാർക്ക് താഴെ പോയി എന്നുള്ളതാണ്. അവർ ലിസ്റ്റിലേ ഇല്ല. പക്ഷേ ഈ ഷിഫ്റ്റിൽ 150 ആളുകൾ 230 ഒക്കെ മുകളിൽ കയറിയിട്ടുണ്ട്. അത് അൺഫെയർ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് പ്രോസസ്സ് ഇങ്ങനെയാണ്. ഈസി ഷിഫ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ആവറേജ് മാർക്ക് കൂടും, ടഫ് ഷിഫ്റ്റ് ആകുമ്പോൾ ആവറേജ് മാർക്ക് കുറയും കേട്ടോ. പിന്നെ വേറൊരു കാര്യം നടന്നിട്ടുള്ളത് ഈ വർഷം പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, Tier 2 പരീക്ഷയുടെ സമയത്ത് 20th ഷിഫ്റ്റിന് മാത്രം എന്ത് നടത്തിയിട്ടുണ്ട്, രണ്ടാമത് റീടൈപ്പിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ റീടൈപ്പിങ്ങിൽ പല ആളുകളും പോയിട്ടില്ല. മാർക്ക് കുറഞ്ഞു തോന്നിയത് കൊണ്ട് തന്നെ അവർ റീടൈപ്പിങ്ങിന് പോയിട്ടില്ല. അപ്പോൾ ഇവരുടെ നോർമലൈസേഷൻ പ്രക്രിയയിൽ നമുക്കൊരു ആവറേജ് മാർക്കൊക്കെ നോക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും 18th ഷിഫ്റ്റിലെ 18th ഷിഫ്റ്റിലെ ആളുകൾക്ക് ആവറേജ് മാർക്ക്, ഈ മാർക്കിലെ ആളുകൾ താഴോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള ആളുകൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടും, ആവറേജ് മാർക്ക് കൂടും. അപ്പോൾ അതൊക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും കുട്ടികളുടെ പിഴവോ വേറെ ആരുടെ പിഴവോ അല്ല, ഇത് SSCൻ്റെ പിഴവാണ്. അത് സ്കാമോട്ട് നടക്കുന്നതല്ല, അവരുടെ ഇറസ്പോൺസിബിലിറ്റി കാരണം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നന്നാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒരുമിച്ച് പോരാടാൻ നിങ്ങളുടെ കൂടെ SSC മലയാളി ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അതിന് ആരാണ് കൂടുതൽ, അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് SSC മലയാളി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലാതെ ബാക്കിയുള്ള അനാവശ്യ കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് സമയം കളയുന്ന നേരം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇതെങ്ങനെ നന്നാക്കി എടുക്കുക എന്നുള്ള കാര്യം, അതിന് നമുക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.